ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ ജോലി തിരക്കിൻ്റെ ഇടയിൽ ഒന്ന് വെറുതെ താമരക്കുട്ടന്മാരെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഒരു ചെറിയ വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചു. രാവിലത്തെ ഒരു മോർണിംഗ് ബൈ ബൈ. ഓക്കെ, എല്ലാവർക്കും സ്വാഗതം കേട്ടോ. വൈറ്റ് പിയോണി ഇവിടെ ഈ തോട്ടത്തിൽ ഏകദേശം 40 വെറൈറ്റീസോളം താമരയുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് കാരണം എനിക്കെപ്പോഴും പൂക്കൾ തന്ന് സന്തോഷിപ്പിക്കുന്ന ഒരു ആളാണ് എൻ്റെ വൈറ്റ് പിയോണി. അതിന് ആരൊക്കെ വന്നാലും എൻ്റെ വൈറ്റ് പിയോണിയെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല. എല്ലാത്തിനും ഇങ്ങനെ തന്നെ പറയും, പക്ഷേ എങ്കിലും സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇതാണ് എൻ്റെ വൈറ്റ് പിയോണി. ഒത്തിരി പൂക്കൾ. ആരെങ്കിലും വിസിറ്റേഴ്സ് വന്നാൽ പോലും ഓടി അവരടുത്ത് വരണത് ഇവളടുത്താ. വൈറ്റ് പിയോണി കണ്ടാൽ ഓടി വരും. അയ്യോ വെള്ളത്താമര എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരും. പെട്ടെന്ന് പൂക്കും. പൂത്തങ്ങ് തീർന്നാലും പെട്ടെന്ന് പൂക്കുകയും ചെയ്യും. പൂത്ത് ഒരുവിധം വേഗം അങ്ങ് തീരുകയും ചെയ്യും. പക്ഷേ എന്നാലും എൻ്റെ വൈറ്റ് പിയോണിയെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല. കണ്ടോ ഗൈസ്? ഓക്കെ, ഇതാണ് നമ്മുടെ യെല്ലോ പൊററിൻ്റെ ശരിക്കുള്ള വിശ്വരൂപം. കണ്ടോ എത്ര പൂവാന്ന് നോക്കിയേ. ഒരു ചട്ടിയിൽ പൂത്തിരിക്കുന്നതാണേ. ഒത്തിരി മൊട്ടുമുണ്ട്. കണ്ടോ എത്ര പൂവാണെന്ന് നോക്കിയേ. സെറ്റല്ലേ? അടിപൊളിയല്ലേ? ഓക്കെ, കണ്ട നട്ട് കുറച്ച് ദിവസമായേ ഉള്ളൂ. പുഴു ഒരു രക്ഷയില്ലാത്തൊരു സംഭവമാണ്. തൈ കിടക്കണ കണ്ട പുഴു. ഇത് കുഞ്ഞു 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 പുഴുക്കളാണ് ഇപ്പം ഇരിക്കുന്നത്. ഇതൊരു 3-4 ദിവസം കഴിയുമ്പോഴേക്കും ഈ ചെടി മൊത്തം തുലയ്ക്കും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഇതിനെ അങ്ങ് പിടിച്ച് കൊന്നു കളയും. അത്രയേ ഉള്ളൂ, മറ്റൊരു വഴിയില്ല. കാരണം നമ്മൾ പെസ്റ്റ് ഉപയോഗിച്ചാൽ പോലും ഈ വെള്ളമേ ഈ താമരയുടെ ഇലയിൽ വെള്ളം പിടിക്കില്ലല്ലോ. അപ്പം അതുകൊണ്ട് അതങ്ങ് ഒഴുകിപ്പോവും. അപ്പം അതുകൊണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ല, കൊന്നാലേ പറ്റൂ. പെസ്റ്റ് ഉപയോഗിച്ചാൽ അത്ര സക്സസ് അല്ല എന്നാണ് എൻ്റെ ഒരു ചിന്ത. പിന്നെ എനിക്കാണെങ്കിലേ ഈ പെസ്റ്റൊക്കെ കയ്യിലെടുക്കാനേ, ഈ പുഴുവിനെ ഞാൻ എടുക്കും. പുഴുവിനെ കയ്യിലെടുത്ത് കളയും. പക്ഷേ എനിക്ക് പെസ്റ്റിസൈഡൊക്കെ ഭയങ്കര പേടിയാണേ. അതൊക്കെ കയ്യിലെടുക്കാനൊക്കെ പേടിയാണ്. കുട്ടിയൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണോണ്ടേ എന്തോ ഒരു വല്ലാത്തൊരു പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊന്നും കയ്യിലങ്ങനെ എടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ടൊരു പേടി. വാങ്ങി വെച്ചേക്കാണ് സംഭവം. പക്ഷെ എന്ത് ചെയ്യാനാ, ഉപയോഗിക്കാൻ പേടിയാണ്. വേറെ ഇടം പറഞ്ഞാൽ കേൾക്കുകയില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാനിങ്ങനെ കൊന്നങ്ങ് കളയും. കണ്ണി കണ്ട ഓടം തന്നെ പിടിച്ചങ്ങ് കൊന്നു കളയും. എന്നിട്ട് കയ്യങ്ങ് കഴിക്കളയും, അത്ര തന്നെ. പക്ഷേ നോക്കിയില്ലെങ്കിലേ ആകെ പ്രശ്നമാണ് കേട്ടോ. മൊത്തം തൊലച്ച് കളയും. മൊത്തം ഇല ഇങ്ങനെ ഒരുമാതിരി അരിച്ച് നമ്മുടെ തേയില അരിപ്പോലെ അങ്ങ് അരിച്ച് വെച്ചേക്കും. അതാണ്. ഇന്ന് ഇത്തിരി നേരം കിട്ടി. രാവിലെ അങ്ങനെ ഇറങ്ങിയതാ. ഒന്ന് ഇവരെയൊക്കെ ഒന്ന് നോക്കി. എൻ്റെ യെല്ലോ പൊററാണെങ്കിലേ ഒന്ന് പുറഞ്ചം പൂത്ത് കിടക്കണം. അപ്പോൾ ഇവളെ ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ച്, വീഡിയോ എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് ഈ പുഴുക്കാലന്മാരെ കണ്ടത്. ഞാൻ അങ്ങനെ ഒന്ന് ഇറങ്ങിയതാണ്. ഇനിയിപ്പോൾ അങ്ങ് പോകണം, ജോലിക്ക് പോകണം. ഇപ്പോൾ സമയമായി. ഹസ്ബൻഡ് പോയി, ഇനി നടന്നിട്ടാണ് പോണേ. അതുകൊണ്ടാണ് ഇന്നത്തിരി കേട്ടത്. കണ്ടാക്കണ്ട, ഇത് കണ്ട ഇങ്ങനെ അരിച്ച് വെച്ചേക്കുക. ഇച്ചിരി വലുതായി വന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്ന്. കണ്ട എന്താ, എനിക്കാണെങ്കിൽ മറ്റുള്ള ജീവികളെ കൊല്ലണയൊക്കെ ഭയങ്കര ഒരു വിഷമമുള്ള കേസായിരുന്നതാണ്. പക്ഷെ ഒരു നിവർത്തിയില്ല. എന്നെ ദൈവം ചെയ്യിപ്പിക്കുക. ഇതിനൊക്കെ എന്തിനോന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കണത്. ഞാൻ എന്ത് ചെയ്യാൻ. അതുപോലെ നല്ല 1-ാം തരം ബോട്ട് ഫ്ലൈയും താഴെ വന്നിട്ടുണ്ട്. പിന്നെ താമര ആയതുകൊണ്ട് പിടിച്ച് നിൽക്കുന്നത്. സ്റ്റാൻഡ് ലീഫ് വന്നത് കൊണ്ടാണ് പിടിച്ച് നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഇപ്പം തീർത്തേനെ. ഇതാ കണ്ടായി ബോട്ട് ഫ്ലൈ ഭയങ്കര പ്രശ്നമുള്ള സാധനമാണ് കേട്ടോ. ആമ്പലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ തീർത്ത്. പിന്നെ അതിനെ ഒരു കുരിശ് കുത്തി വെച്ചാൽ മതി, അത്രയ്ക്കാക്കും, തുലയ്ക്കും. എത്ര എണ്ണമെന്നറിയാം തുലച്ച് വെച്ചിരിക്കുന്നത് എനിക്ക് എൻ്റെ ആമ്പലുകൾ. അപ്പോൾ ഇത് എല്ലായിടവും ഉണ്ട്.
ഈ സാധനം എല്ലായിടും ഉണ്ട്. പിന്നെ ഒന്നല്ലാതെ വേറെ നിവർത്തിയില്ല. ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പ്രസ് ചെയ്യുക, അങ്ങ് കളയുക, അത്രയല്ല, വേറെ നിവർത്തിയൊന്നും ഇല്ല. ഇതിനും പെസ്റ്റിസൈഡൊന്നും അപ്ലൈ ചെയ്താലും വലിയ കാര്യമൊന്നുമില്ല, ഒരു കാര്യമില്ല. ഓക്കെ, അയ്യോ അപ്പോൾ എനിക്ക് സമയമായി.